ചിന്തയ്ക്കായിട്ട് ഒരു സങ്കീർത്തനം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു ദിവസം എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ വായിക്കുന്ന വാക്യം നിങ്ങൾക്ക് ഓരോ വാക്യങ്ങളായി പ്രതിവാക്യങ്ങളായി വായിച്ച് അവസാനത്തെ വാക്യം ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. 84 സങ്കീർത്തനം. Psalms 84. എല്ലാവരും എടുത്തു എന്ന് കരുതുന്നു. 84 സങ്കീർത്തനം. Psalms 84. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ള യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ച് പോകുന്നു. എൻ്റെ ഹൃദയവും മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. Blessed is the man whose strength is in you, whose heart is set on pilgrimage. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമിഴിയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. They go from strength to strength. Every one of them appears before God in Zion. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. O God, behold our shield and look upon the face of your anointed. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. The Lord God is a sun and shield. The Lord will give grace and glory, and no good thing will he withhold from those who walk uprightly. ഭാഗ്യവാൻ. എല്ലാവർക്കും ദിവസമായിരിക്കും. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. Thank God for this wonderful opportunity. ഈ സങ്കീർത്തനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇത് കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമെന്ന് ഇതിൻ്റെ തലക്കെട്ടിൽ വായിക്കുന്നു. It's a psalm by the sons of Korah. ഈ സങ്കീർത്തനം അറിയപ്പെടുന്നത് സങ്കീർത്തനങ്ങളുടെ ഒരു മുത്ത് എന്നാണ് സങ്കീർത്തനത്തെ അറിയപ്പെടുന്നത്. സങ്കീർത്തനങ്ങളുടെ ഒരു മുത്ത്. It's known as a psalm of gem. ഈ സങ്കീർത്തനത്തിൽ 3 ഭാഗങ്ങളായി തിരിച്ച് ഈ സങ്കീർത്തനം ഒരു ധ്യാനമായിട്ട് കാണുന്നു. അതിൻ്റെ 4ാം വാക്യത്തിന് ശേഷം ഒരു സേല എന്നുള്ള ഒരു പദപ്രയോഗം, 8ാം വാക്യത്തിന് ശേഷം ഒരു സേല എന്നുള്ള പദപ്രയോഗം, അങ്ങനെ 3ആയി തിരിച്ച് ഈ സങ്കീർത്തനത്തെ പാടുന്നു. It's separated into 3 sections. So Psalms verses 1 to 4, and then 5 to 8, and then 9 to 12 divided. ഈ സങ്കീർത്തനത്തിൽ നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. People who live in the temple are lucky. 3 തരത്തിലുള്ള ഭാഗ്യവാന്മാരെ ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നു. 4ാം വാക്യവും 5ാം വാക്യവും 12ാം വാക്യവും ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നു. 3 types of people who are lucky are explored in this psalm. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. Blessed is the people who live in the temple of God. 5ാം വാക്യത്തിൽ കാണുന്നു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. Blessed is the man whose strength is in you, whose heart is set on pilgrimage. 12ാം വാക്യത്തിൽ കാണുന്നു, സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. People who depend on God are lucky. 3 തരത്തിലുള്ള ഭാഗ്യവാന്മാരെ ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നു. 3 types of people who are lucky in the psalm. ആലയത്തോട് ചേർന്ന് ഉള്ള ഭാഗ്യവാന്മാരെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ, ശമൂവേൽ ബാലൻ ദേവാലയത്തിൽ വസിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവിക ആലോചനകൾ കേട്ട് ഹല്ലേലൂയ ദൈവം അവനെ രൂപാന്തരപ്പെടുത്തിയതായി കാണുന്നു. I am reminded of Samuel, who lived in the temple of God and who learned from God and who learned to be with God. ഹന്ന എന്ന പ്രവാചകി ആലയം വിട്ടുപിരിയാതെ 84 വർഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഒരു നന്മയെ പ്രാപിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. Hannah lived in the temple of God for 84 years and gained wisdom and knowledge from God. കണ്ണുനീരിനെ അനുഗ്രഹമാക്കുന്ന ഒരു വലിയ ദൈവം, യഹോവയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. People who depend on God are known as lucky, and their tears will be turned into happiness. ഈ സങ്കീർത്തനത്തിൽ കാണുന്ന 4, 5, 8 വാക്യങ്ങളിലൊക്കെ കാണുമ്പോൾ അതിനുശേഷം സേല എന്നുള്ളൊരു പദപ്രയോഗം കാണുന്നു. ഇത് പലർക്കും അത് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല.
As we can see, 5 to 8 is separated from first part. ഇത് ആവർത്തിച്ച് പാടുക, ഊന്നൽ നൽകി പാടുക എന്നൊക്കെ ഉള്ള പദപ്രയോഗത്താൽ ഇത് ഒരു ഗാനമായിട്ടാണ് ആലപിച്ചിരിക്കുന്നത്. This is seen as a song, and it's supposed to be sang as a song. ഈ സങ്കീർത്തനം വളരെ അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമാണ്. 12 വാക്യങ്ങൾ അടങ്ങിയ ഒരു അനുഗ്രഹീതമായ സങ്കീർത്തനമാണ് ഇത്. It's a very blessed psalm about dwelling in the house of God. ഈ സങ്കീർത്തനത്തിന് 42-ാം സങ്കീർത്തനം, 84-ാം സങ്കീർത്തനം ഒക്കെയായി വളരെ താരതമ്യമുണ്ട്. It's very similar to the Psalm 42 as well. 84, as in 84 and 42 are similar. ഇത് രണ്ടും കോരഹപുത്രന്മാരുടെ സങ്കീർത്തനമാണ്. They're both written by the sons of Korah. കോരഹപുത്രന്മാരാര് എന്ന് വ്യക്തമായി അറിയാത്തവരും ഹല്ലേലൂയ ദൈവമക്കളുടെ ഇടയിലുണ്ട്. There are people among us who don't really know who sons of Korah are. എന്നാൽ പലർക്കും ഈ പേര് നിശ്ചയമില്ല. No one is really sure who they are. പുറപ്പാട് 6-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഒന്ന് വായിക്കാമോ? പുറപ്പാട് 6:24. Exodus 6:24. So can someone read, please? ഇതാണ് ഇവിടെ കാണാൻ കഴിയുന്ന കോരഹിന്റെ പുത്രന്മാർ. അസൂർ, എൽക്കാന, അബിയാസാഫ് എന്നിവരാണ് കോരഹിന്റെ പുത്രന്മാരെന്ന് അറിയപ്പെട്ടിരുന്നത്. The sons of Korah were Asir, Elkanah and Abiasaph. ഇവർ വാസ്തവത്തിൽ ഹല്ലേലൂയ നശിച്ച് പോകേണ്ടവർ ആയിരുന്നു. എന്നാൽ കൃപയാൽ ദൈവം ഇവരെ ഹല്ലേലൂയ കൃപയുടേതായ ആ വാതിലിലേക്ക് ഇവരെ നടത്തപ്പെടുവാൻ ഇടയായി തീർന്നു. They were supposed to be destroyed, but with God's grace they've survived. അവർ പല സ്ഥലങ്ങളിലും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവീയമായ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചു എന്ന് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. In the Bible it's known that they've glorified and worshipped God in various places. 84-ാം സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. എങ്കിലും അതിലെ എല്ലാ വാക്യങ്ങളിലും ചേർന്ന് നമുക്ക് യാത്ര ചെയ്യുവാൻ ഇന്നത്തെ രാത്രി സമയമില്ലല്ലോ. അതിനായിട്ട് കർത്താവ് അതിലെ ചെറിയ 1-2 ഉദ്ധരണികൾ വായിച്ച് ദൈവനാമത്തെ ശരണപ്പെടുവാൻ താല്പര്യപ്പെടുന്നു. I would like to explore a few certain verses if possible today. ഒന്നാമതായി കാണുന്നു, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. Blessed are the people who live in the temple of God. അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. They will forever be praising the God. ദൈവാലയത്തിലെ നന്മയും അനുഗ്രഹങ്ങളും അനുഭവിച്ച ധാരാളം ഭക്തന്മാരെ കുറിച്ച് തിരുവചനത്തിൽ കാണുന്നു. We know many people who benefited from living in the temple of God. ശമൂവേൽ ബാലനെ അവന്റെ അമ്മ ആലയത്തിൽ പ്രാർത്ഥിച്ച് നന്മ വാങ്ങിച്ചതാണ്. Samuel's mother submitted Samuel into the house of God. ദൈവം എനിക്കൊരു പുരുഷനെ നന്മയെ നൽകിയാൽ ജീവപര്യന്തം യഹോവയ്ക്കായി നിവേദിക്കാമെന്ന് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത അമ്മ. Samuel's mother decided that if she was granted a son, he would be submitted into God. ആ കുഞ്ഞിനെ അത് ആലയത്തിൽ കൊണ്ട് സമർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Samuel's mother submitted Samuel into the house of God to be with God. ആലയത്തിൽ ഇരുന്ന് ഹല്ലേലൂയ വിലപിച്ച മാതാവിന് ദൈവം നൽകിയ നന്മ. It was a gift from God since she was crying before God for the son. ആലയത്തിൽ വസിക്കുന്നവന്റെ ഭാഗ്യമായ പ്രത്യാശ ജീവിതത്തിൽ കാണുവാൻ തക്കവണ്ണം അവിടെ ഇടയായി തീർന്നു. She was able to witness the blessedness of living in the temple of God. അവൻ ഏലി പുരോഹിതന്റെ മുമ്പാകെ വളർന്ന് വരുന്നതിനെ കുറിച്ച് ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത്. ഹല്ലേലൂയ, ശലോമോൻ ദൈവത്തിന്റെ പെട്ടകമിരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിന്റെ മുമ്പിൽ വിളക്ക് കിടന്നതിന് മുമ്പേ ചെന്ന് കിടന്നു എന്ന് വചനത്തിൽ കാണുന്നു. Samuel used to lie in front of before the presence of God before night time. അപ്പോൾ ദൈവസന്നിധിയിൽ തന്നെ ദൈവ ആലയത്തിൽ തന്നെ അവൾ വളർന്നു വരുന്നതായി നാം കാണുകയാണ്. He grew up in the presence of God from a very young age. ഇതിന്റെ ഈ അനുഭവത്തോട് ചേർന്ന് തന്നെ ഒരു കാര്യം കൂടി പറയുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. I would like to add one more thing onto this. ആ പുരോഹിതനായ സ്ഥാനം തനിക്ക് ഉണ്ടായിരുന്നുവെങ്കിലും തൻ്റെ കണ്ണിൻ്റെതായ ദർശനങ്ങൾ മങ്ങി ഹല്ലേലൂയ വചനം ദുർലഭമായി ലഭിച്ച സ്ഥാനത്ത് ഹല്ലേലൂയ മക്കളെ വേണ്ട രീതിയിൽ ശാസിച്ച് വളർത്തുവാൻ കഴിയാതെ വന്ന ഏലി പുരോഹിതൻ. Prophet Eli, his vision blurred and he wasn't able to teach his sons in the way of God. ഏലിയുടെ ജീവിതം മൊത്തത്തിൽ നോക്കിയാൽ ഒരു ദുരന്ത കഥയായിരുന്നു. Eli's story is quite a bit of story of a failure.
ആലയത്തിൻ്റെ മന്ദിരത്തിൽ ചെന്ന് ദേവാലയത്തിൽ അവൻ കിടക്കുവാൻ ഇടയായപ്പോൾ ദൈവത്തിൻ്റെ ആലോചന അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി. Samuel got a word from God because he laid in front of God. ശൗമേലേ ശൗമേലേ എന്ന് വിളിക്കുന്ന ഒരു ശബ്ദം അവൻ കേൾക്കുവാൻ ഇടയായി തീർന്നു. He heard a voice saying, Samuel, Samuel. അടിയനിതാ, അടിയനെ അയക്കണമേ എന്നുള്ള തിരിച്ച് ഒരു മറുപടിയുമായി അവൻ എഴുന്നേൽക്കുന്നു. He replied with, I am here, please send me according to your will. ആ സന്നിധിയിൽ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അവനെ ഒന്ന് സ്വയം സമർപ്പിക്കുവാൻ ഇടയായി തീർന്ന സമയം. He submitted himself into the will of God. ഇന്ന് രാത്രികാലം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പുതിയ തീരുമാനത്തോടെ, പുതിയ പ്രതിഷ്ഠയോടെ, പുതുവർഷത്തെ വരവേറ്റ് നാം ആയിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഒരു പൂർണ്ണമായ ഒരു സമർപ്പണം എടുക്കുവാൻ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരും. In 2024, when we come with new decisions, we should submit ourselves into the will of God as well. It would be a blessing for us. ദൈവവചനത്തിൻ്റെ വിളി കേട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങിച്ചിരുന്ന പ്രവാചകനായി തീരുവാൻ ശമൂവേലിനെ ദൈവം ഇടയാക്കി തീർന്നു. God anointed Samuel to be a prophet. ദാൻ മുതൽ ബേർശേബ വരെ ഹല്ലേലൂയ താൻ ഒരു പ്രവാചകനായി ദൈവം അവനെ നയിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. From Dan to Beersheba, he was a prophet and was someone that people looked up to. ശൗലേയും ദാവീദിനെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ഹല്ലേലൂയ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാക്കി അദ്ദേഹത്തെ മാറ്റുവാൻ ഇടയായി തീർന്നു. He was blessed enough to anoint the first and second kings of Israel, Saul and David. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. Blessed are those who live in the temple of God, they will forever be praising you. ഹന്ന എന്ന പ്രവാചകിയെ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു. We know a prophetess known as Hannah. ആശർ ഗോത്രത്തിൽപ്പെട്ട ഒരു ഭാഗ്യവതിയായ പ്രവാചകി. She was from Asher tribe. അവൾക്ക് വളരെ ചുരുങ്ങിയ കാലം മാത്രമേ ഭക്തിബന്ധത്തിൽ തുടരുവാനായി കഴിഞ്ഞുള്ളൂ എങ്കിലും ഹല്ലേലൂയ 84 വർഷത്തെ ആലയം വിട്ടുപരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിലായിരുന്ന ദേവദാസിയായിരുന്നു ഹന്ന പ്രവാചകി. She was fasting and praying for 84 years in the presence of God. വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ കടന്നത് പ്രാർത്ഥിച്ച ഹന്നയുടെ ജീവിതത്തിൽ ദൈവം ഹല്ലേലൂയ ഒരു വലിയ നന്മ ജീവിതത്തിൽ ചെയ്യുവാൻ ഇടയായി തീർന്നു. God blessed Hannah because of her prayers and her fasting. ശിമിയോൻ ശിശുവായ യേശുവിനെ കയ്യിലേന്തി ഹല്ലേലൂയ പുകഴ്ത്തുന്ന വേളയിൽ ഹല്ലേലൂയ ഭാഗ്യവതിയായ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ കടന്നു വന്ന് അവർക്ക് മുന്നോട്ട് കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായി തീർന്നു എന്ന് ദൈവവചനത്തിൽ കാണുന്നു. Her and Shimon were lucky enough to see Messiah before they passed away. 23-ാം സങ്കീർത്തനം അതിന്റെ 6-ാം വാക്യത്തിൽ കാണുന്നു, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. Psalms 23 says this, surely goodness and mercy shall follow me all the days of my life, for I will dwell in the house of the Lord forever. സങ്കീർത്തനം 27-ന്റെ 4-ാം വാക്യത്തിൽ കാണുന്നു, എൻ്റെ ആയുഷ്കാലം ഒക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. Psalms 27:4 says, one thing I have decided the Lord, that will I seek, that I might dwell in the house of the Lord all the days of my life, to behold the beauty of the Lord and to inquire in his temple. നോക്കണമേ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, നന്മകൾ ഹല്ലേലൂയ പ്രാപിക്കുവാനായിട്ട് എത്ര ഹല്ലേലൂയ ആഴത്തിലുള്ള ഹല്ലേലൂയ വിത്തുകളാണ് ദൈവവചനത്തിൽ ഹല്ലേലൂയ അധിഷ്ഠിതമാക്കിയിരിക്കുന്നത്. The promises that we're supposed to gain, there's certain depths to it that we need to attain. ഇനിയും മറ്റൊരു ഭാഗ്യവാനെ നമുക്ക് സങ്കീർത്തനത്തിൽ കാണുവാനായിട്ട് കഴിയും. Let's look at someone else who was blessed. ഇതിന്റെ 5-ാം വാക്യത്തിൽ കാണുന്നു, ബലം ദിനിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ വഴികൾ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. Verse 7 says, they go from strength to strength, every one of them appears before God in Zion. ഭാഗ്യവാനായിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ളവരുടെ മനസ്സ് സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. One of the benefits of someone who is blessed is every one of them appears before God in Zion. ദൈവത്തിന്റെ ബലം പ്രാപിച്ച അനേക ഭക്തന്മാരെ തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു. There are numerous people who have gained the strength from God. ഉദാഹരണത്തിനായിട്ട് പഴയ നിയമത്തിലെ ന്യായാധിപൻ ആയ ഗിദെയോനെ നമുക്കെടുക്കാം. For example, let's look at the judge Gideon. ഒരിക്കൽ ദൈവത്തിന്റെ ദൂതൻ ഹല്ലേലൂയ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് തന്നെ ശക്തീകരിക്കുന്നതും ബലപ്പെടുത്തുന്നതും കാണുവാനായിട്ട് കഴിയുന്നു. Once an angel came and strengthened Gideon to be anointed for God. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ വ്യക്തമായി കാണുന്നു,
Judges 6 verse 4 explains this clearly. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, ഞാൻ നിന്നെ മിദ്യാനയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലോ നിന്നെ അയക്കുന്നത് എന്ന് പറയുന്നു. It says, then they would encamp against them and destroy the produce of earth. Oh, sorry. 6:14. Then the Lord turned to him and said, go in this might of yours, and you shall save Israel from the hand of the Midianites. Have I not sent you? മിദ്യാനർ ആ ദേശത്ത് ഹല്ലേലൂയ സ്തോത്രം വളരെ പ്രബലപ്പെട്ടു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. Midianites were quite strong at that time. മിദ്യാനർ ആ ദേശത്ത് വിദേശ ശക്തികളായ ഇസ്രായേലിനെ കീഴടക്കി ഏതാണ്ട് 7 വർഷത്തോളം അവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. Midianites destroyed Israel and dominated them for 7 years approximately. അവിടെ ഒരു വളരെ പ്രത്യേകത നടക്കുന്നത്, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ഇസ്രായേലിൽ വിതയ്ക്കും, എന്നാൽ മിദ്യാനരാണ് അത് കൊയ്തുകൊണ്ട് പോകുന്നത്. Even though Israel sowed, it was Midianites that usually reaped the profits. മിദ്യാനരെ ഭയന്ന് അവർ പാറക്കെട്ടുകളിലും കടുംതൂക്കായ ഹല്ലേലൂയ ഗുഹകളിലുമൊക്കെ ഹല്ലേലൂയ ആശ്രയം ഹല്ലേലൂയ വെച്ചിരുന്ന സമയം. The Israelites used to hide in caves and were quite scared of the Midianites at the time. ഈ സമയത്താണ് ഗിദെയോന് ദൈവത്തിൽ നിന്ന് നിയോഗം ഉണ്ടാകുന്നത്. അവൻ വിധിച്ചത് അവൻ കൊയ്യുവാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത്. At this point, he received the call from God and he sought to reap what Israelites sowed. അവൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, താൻ പോകുന്നതെങ്കിലും ആ വിതച്ച നിലത്തു നിന്ന് അവൻ കൊയ്യും എന്നുള്ള ദൈവിക ആലോചന കേട്ട് അവൻ യാത്ര ചെയ്യുകയാണ്. Even though he is going by himself, he got the promise from God that he will be reaping what they sow. അങ്ങനെയാണ് അദ്ദേഹം ആ കരുവേലകത്തിന്റെ കീഴിലിരുന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. That's how he became and took upon the promise of God and led Israelites. അപ്പോഴാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് പറയുന്നത്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്, ഹല്ലേലൂയ യഹോവ നിന്നെ ശക്തീകരിക്കും, ബലപ്പെടുത്തും. ഹല്ലേലൂയ ആ ഒരു വലിയ ദൈവികാലോചന അവന്റെ ജീവിതത്തിൽ കേൾക്കുവാൻ ഇടയായി തീർന്നത്. And the angel of the Lord appeared to him and said, the Lord is with you, mighty man of valor, why do you doubt him? അങ്ങനെ ഹല്ലേലൂയ ആ ഒരു നിയോഗം ഏറ്റെടുത്ത് യാത്ര ചെയ്ത ഗിദെയോന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഇസ്രായേലിനെ രക്ഷ വരുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് തിരുവചനത്തിൽ കാണുന്നു. Since Gideon took up the promise of God, Israelites was delivered because of him. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ നമുക്ക് ഹല്ലേലൂയ ദൈവത്തോട് ഈ പുതിയ വർഷത്തിൽ ഹല്ലേലൂയ ദൈവിക നിയോഗ പ്രകാരം യാത്ര ചെയ്യുന്ന ഒരു ദൈവവിതലിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വലിയ നന്മകൾ പ്രാപിക്കുവാൻ ഇടയായി തീരും. Let us take the decision to submit ourselves to God's will today and we will be blessed. അതാണ് ഹല്ലേലൂയ ദൈവവചനത്തിൽ വളരെ വ്യക്തമായി കാണുന്നത്. ഹല്ലേലൂയ പഴയ നിയമത്തിലേക്ക് നമുക്ക് തിരിഞ്ഞ് ഒന്ന് നോക്കാം. മറ്റൊരു പ്രവാചകൻ ഏലിയാവിനെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. Let's look at prophet Elijah as well. അങ്ങനെ ഓരോരോ പ്രവൃത്തികൾ ദൈവത്തിന്റെ ബലം അനുഭവിച്ച വ്യക്തികളെ തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു. We can see numerous people who experience the strength of God. 1 രാജാക്കന്മാർ 19 അധ്യായം അതിന്റെ 8 വാക്യത്തിൽ കാണുന്നു. 1 Kings 19 verse 8. 1 രാജാക്കന്മാർ 19:8. നോക്കണമേ, ഹല്ലേലൂയ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ നടന്ന് നീങ്ങിയ ഏലിയാവിനെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നു. We can see Elijah here who spent 40 days and 40 nights without food in Horeb, the mountain of God. നമുക്ക് അധികമായി ചിന്തിക്കുവാൻ സമയം നമ്മുടെ മുന്നിലില്ലല്ലോ. ഹല്ലേലൂയ പുതിയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ പൗലോസിനെ നമുക്കൊന്ന് ദർശിക്കാം. Let's go to New Testament and look at Paul. ബലം ആർജിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു പൗലോസ് എന്ന് പറയുന്നത്. He was someone who had a lot of strength. പലപ്പോഴും തന്റെ ജീവിതത്തിൽ താൻ പറയുന്നു, എന്റെ ബലഹീനതയിൽ അല്ലാതെ പ്രശംസിക്കുക ഹല്ലേലൂയ ദൈവസന്നിധിയിൽ, അങ്ങനെ ഒരു പദപ്രയോഗം എപ്പോഴും കാണുന്നതായിട്ട് പൗലോസിന്റെ വാചകങ്ങളിൽ വളരെ വ്യക്തമാണ്. He said many times that in his weakness that God has made him strong. 2 കൊരിന്ത്യർ 10 അധ്യായം അതിന്റെ 10 വാക്യത്തിൽ കാണുന്നു, തന്റെ ജീവിതത്തിൽ പല പരിശോധനകളുടെ നടുവിൽ, ബലഹീനതകളുടെ നടുവിൽ താനായിരുന്നു എന്ന് കാണാം. 2 കൊരിന്ത്യർ 10:10. 2 Corinthians 10 verse 10. For his letters they say are weighty and powerful, but his bodily presence is weak and his speech contemptible. ശരീരമായി പല ബലഹീനതകൾ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഹല്ലേലൂയ പൗലോസ്. He was someone who had a lot of weakness in his flesh. എങ്കിലും ദൈവത്തിന്റെ ബലം തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുകൊണ്ട് അനുനിമിഷ യാത്രയിൽ ശക്തനായി മുന്നേറുവാൻ പൗലോസിനെ ദൈവം തിരഞ്ഞെടുത്തതായി കാണുന്നു.
Because he had strength, God's strength, he was able to walk step by step forward. അതുകൊണ്ടാണല്ലോ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ കാണുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനെന്ന് എണ്ണുവാൻ ഹല്ലേലൂയ പൗലോസിന്റെ ജീവിതത്തിൽ ഇടയാക്കിയത്. Paul wrote in Philippians 4:13, I can do all things through Christ who strengthens me. നമ്മെ ബലപ്പെടുത്തുന്ന ഒരു വലിയ ദൈവത്തിന്റെ സാന്നിധ്യം ഈ രാത്രിയിൽ ഇവിടെ കടന്നു വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ നമ്മളെ നമ്മുടെ അനുചിത ജീവിതത്തിൽ ഹല്ലേലൂയ ഈ ഒരു വർഷങ്ങൾ ഹല്ലേലൂയ നമ്മുടെ അങ്ങോട്ടുള്ള യാത്രകൾ നമ്മളെ അത്ഭുതകരമായി വഴി നടത്തുന്ന ഒരു വലിയ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. In the years coming forward, we're in the presence of God who is able to strengthen us and keep us going forward. നമ്മെ സകലത്തിനും ഹല്ലേലൂയ മതിയായവനാക്കി നമ്മളെ നിർത്തുവാൻ, ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലെ ഏത് ഭാരങ്ങളുടെ മധ്യത്തിലും പ്രയാസങ്ങളുടെ മധ്യത്തിലും പ്രതിസന്ധികളുടെ മധ്യത്തിലും തളരാതെ മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുവാൻ ഇടയായിത്തീരും. He is sufficient for us and he is able to overcome all trials and tribulations. We just need to depend on him. അത് ഉണ്ടാകണമെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ബലം ആവശ്യമായി വരും. We need the strength of God to go forward. ഈ പ്രഭാതത്തിൽ പുതിയ വർഷത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ബലം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രാപിച്ചെടുക്കുവാനാകട്ടെ ഇനിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ. We should attain to gain that strength from God in the new year. ഈ 84-ാം സങ്കീർത്തനത്തിലെ 2-ാം പ്രസക്തമായ ഒരു പഠനം എന്ന് പറയുന്നത് ഹല്ലേലൂയ താരതമ്യ പഠനം അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. In Psalms 84 we can see a lot of comparisons. ഇവിടെ കാണുന്നു പക്ഷിയേക്കാൾ മനുഷ്യൻ വളരെ പ്രധാനപ്പെട്ടവൻ എന്ന് ഇവിടെ കാണുന്നു. പക്ഷിയേക്കാൾ ബേഡ്. We can see humans being compared with birds in this psalm as well. ഓക്കെ, അവിടെ കാണുവാനായിട്ട് കഴിയുന്നു 2 പക്ഷികളെ അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അതിന്റെ 3-ാം വാക്യം, കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. In verse 3, even the sparrow has found a home and the swallow a nest for herself where she may lay her young, even your otters. ഓക്കെ, എൻ്റെ രാജാവിന്റെ ദൈവമായ സൈനികളുടെ യഹോവയെ തന്നെ. ഹല്ലേലൂയ അവിടെ കാണുന്നു 2 പക്ഷികളുടെ പേര് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. We can see a comparison between the sparrow and the swallow in this verse. 102-ാം സങ്കീർത്തനത്തിൽ നമ്മൾ നോക്കുമ്പോൾ അത് 7-ാം വാക്യത്തിൽ അവിടെ കാണുവാൻ കഴിയുന്നു, വീടിന് മുകളിൽ തനിച്ചിരിക്കുന്ന ഒരു കുരുകിലിനെ കുറിച്ച് ഇവിടെ വായിക്കുന്നു. Psalms 102 verse 7, I lie awake and I'm like a sparrow alone on the housetop. അവിടെ കാണുന്നു ആലയത്തിൽ വസിക്കുന്ന ഹല്ലേലൂയ കുരുകിലിനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നു. We can see about the sparrow in this verse. കുരുകിൽ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു പക്ഷിയാണ്. It's a really small bird. വലിയ ബലഹീനമായ പക്ഷിയാണ് കുരുകിൽ, മീവൽ പക്ഷി എന്ന് പറയുന്നത്. It's a very weak bird. നമ്മുടെ കർത്താവിന് ഹല്ലേലൂയ മനുഷ്യന്റെ ഹല്ലേലൂയ ഈ വില എന്ന് പറയുന്നത് ഈ കുരുകിലിനെക്കാട്ടിലും വലുത് എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. God has said that we are more valuable to him than this bird. ഒരു കാശിന് 2 കുരുകിലാണ് കിട്ടുന്നത്. For 1 penny we can get 2 birds. 2 കാശിന് 5 കുരുകിൽ കിട്ടുന്ന ഉപമ. We can get 5 sparrows with 2 pennies. അപ്പോൾ നോക്കണമേ, 2 കാശിന് 4 കുരുകിലാണ് ലഭിക്കേണ്ടത്. ഒന്നുകൂടി ആ വിലയുടെ ഹല്ലേലൂയ ആ വില നിർണയത്തിൽ എക്സ്ട്രാ ഒരു കുരുകിലിനെ കൂടെ എക്സ്ട്രാ കൊടുക്കുകയാണ് ചെയ്യുന്നത്. We should be getting 4, but we're getting the extra one because of that value. കർത്താവ് പറയുന്നത് ഈ കുരുകിലിനെക്കാട്ടും നിങ്ങൾ എത്ര വിശേഷത ഉള്ളവർ എന്നാണ് പറയുന്നത്. God compares humans to the sparrow and says we are more valuable than the sparrow. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 29-31 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? Matthew 10 verse 29 and 31. Matthew 10 verse 29 and 31. നോക്കണമേ, അവിടെ വളരെ നിസ്സാരമായ പക്ഷിയാണ് ഹല്ലേലൂയ മീവൽ പക്ഷിയും ഹല്ലേലൂയ കുരുകിലും എന്ന് പറയുന്നത്. വളരെ ഒരു സ്വസ്ഥതയും ഇല്ലാത്ത ഹല്ലേലൂയ പക്ഷിയാണ് മീവൽ പക്ഷി. അവർ ആശ്രയം തേടിയിരിക്കുന്നത് എവിടെയാ? ആലയത്തിന്റെ തണലിലാണ് അവർ ആശ്രയം പ്രാപിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ ആ പക്ഷികളുടെ ആശ്രയം എന്ന് പറയുന്നത് ഹല്ലേലൂയ ഈ ആലയത്തിന്റെ തണലല്ല. We can see the sparrow is depending on the house of God for shelter.
ഇത്ര നിസ്സാരമായ പക്ഷികൾ അല്ലെങ്കിൽ വിശ്രമം കണ്ടെത്തുന്നത് ആലയത്തിലാണെങ്കിൽ മനുഷ്യരെ നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ കടന്നു വരേണ്ടത്, ദൈവത്തെ സ്തുതിക്കേണ്ടത്, മഹത്വപ്പെടുത്തേണ്ടത് എത്ര വലിയ ഭാഗ്യകരമായ പ്രത്യാശയാണ് പ്രിയപ്പെട്ടവരെ. If even sparrows can go towards the house of God, then how much more should we go towards the house of God as well? അങ്ങനെയെങ്കിൽ ഒരു പക്ഷിക്ക് കിട്ടുന്നതിലും അധികം വിശ്രാമവും സന്തോഷവും ആലയത്തിന്റെ സന്നിധിയിൽ, ദൈവസന്നിധിയിൽ ഒരു മനുഷ്യന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ആത്മീയാർത്ഥം. We can get more happiness than this sparrow is the spiritual meaning behind this. ആകയാൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന നന്മകൾ, ഹല്ലേലൂയ, അനുഗ്രഹങ്ങൾ ഒക്കെ പ്രാപിച്ച് മുന്നേറുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. May God help us to gain forward and with these blessings. അവിടെ അതിന്റെ 10-ാം വാക്യത്തിൽ കാണുന്നു, നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. Psalms 84 verse 10. For a day in your courts is better than 1,000. I would rather be a doorkeeper in the house of my God than dwell in the tents of wickedness. ദൈവസന്നിധിയിൽ നമുക്ക് കണക്ക് കൂട്ടുമ്പോൾ 1000 ദിവസം എന്നൊക്കെ പറയുന്നത് ഒരുപാട് ദിവസങ്ങളാണ്. പക്ഷേ ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ഒരു ദിവസം മറ്റ്1000 ദിവസത്തേക്കാൾ ഉത്തമ എന്ന് കാണുന്നു. അപ്പോൾ വളരെ പ്രാധാന്യതയുള്ളതാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. For a day in the courts is seen to be more valuable than 1,000 meaningless days. കോരഹപുത്രന്മാരെ നോക്കുമ്പോൾ ഹല്ലേലൂയ, അവർ പറയുന്നു, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. Sons of Korah are basically saying that they would prefer to be in the house of God than to dwell in the tents of wickedness. നമുക്കറിയാം അവരുടെ ജീവിതത്തിൽ അവരുടെ പിതാക്കന്മാരൊക്കെ ഹല്ലേലൂയ വാക്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, അവർ ആലയത്തിൻ്റെ ഹല്ലേലൂയ വാതിൽ കാവൽക്കാരനായും ഹല്ലേലൂയ ശുശ്രൂഷകളൊക്കെ ചെയ്തതായിട്ട്, അവരെ തെരഞ്ഞെടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. The father of sons of Korah were known to be the watchmen and guards of the house of God. ഈ കോരഹപുത്രന്മാരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു വ്യക്തമായ പരിപാലനം ഉണ്ടായി എന്നുള്ളതാണ് തന്നെയാണ് വാസ്തവം എന്ന് പറയുന്നത്. God's special guidance was in the lives of the sons of Korah. അതിന്റെ ലാസ്റ്റ് വാക്യം നോക്കാം, സൈന്യങ്ങളുടെ യഹോവയെ നിന്നിൽ ആശ്രയിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. The last verse says, O Lord of hosts, blessed is the man who trusts in you. അത് എവിടെ നോക്കണമേ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിലുള്ള ആശ്രയമാണ് ഏറ്റവും പരമപ്രധാനം എന്ന് പറയുന്നത്. The most important thing is the trust we have in the Lord. അതുകൊണ്ട് മാത്രമാണല്ലോ ഈ രാത്രിയിലും ഈ ഒരു സമയത്ത് നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, ദൈവം നടത്തിയ വഴികളെ ഹല്ലേലൂയ മുന്നിൽ നമുക്ക് പല പ്രതിസന്ധികളുടെ നടുവിലും നമ്മൾ തളരാതെ മുന്നേറുവാൻ സ്വർഗ്ഗം നമ്മളെ സഹായിച്ചതും പരിപാലിച്ചതും. That is the reason why we're here today, to reflect on the goodness of God and how He has guided us through the past year. കോരഹപുത്രന്മാരിവിടെ കാണുന്നു, അതിന്റെ 1-ാം വാക്യത്തിൽ കാണുന്ന, സൈന്യങ്ങളുടെ യഹോവയെ തിരുനിവാസം എത്ര മനോഹരം, എന്റെയുള്ള യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ച് പോകുന്നു. Verse 1 and 2 says, How lovely is your tabernacle, O Lord of hosts. My soul longs, yes, even faints for the courts of the Lord. എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. My heart and my flesh cry out for the living God. കോരഹപുത്രന്മാരുടെ ജീവിതത്തിൽ ആ തിരുനിവാസത്തെ നോക്കി അവർ പറഞ്ഞത് എത്ര മനോഹരം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, അവിടെയുള്ള ആ മനോഹാരിത ഹല്ലേലൂയ നമ്മൾക്ക് വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, മഞ്ഞനൂൽ, തൂമ്രനൂൽ, ചുവപ്പ് നൂൽ ഒക്കെ കൊണ്ട് ഹല്ലേലൂയ ഓരോ വിരികളായി തീർത്താണ് അത് ചെയ്തിരുന്നത്. When we look into the Bible, we can see how beautifully the house of God was made. പല വിരികളായി തിരിച്ച് ഹല്ലേലൂയ അങ്ങനെയുള്ള ഓരോ വിരികളായി തിരിച്ചാണ് അത് ചെയ്തിരുന്നത്. It was separated into different segments and it was constructed that way. ഏറ്റവും ഒടുവിലത്തേതെന്ന് പറഞ്ഞ കറുത്ത വിരി കൊണ്ട് തകശുതോൽ കൊണ്ട് ചെയ്ത തകശുതോൽ കൊണ്ട് പൊതിഞ്ഞതായ ഒരു ആവരണമുണ്ടായിരിക്കും. The last section was covered in a black cloth. അതിനെ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹല്ലേലൂയ ആഡംബരവും കാണുവാനായിട്ട് കഴിയുകയില്ല. When you look from the outside, it looks very simple. എങ്കിലും ഹല്ലേലൂയ കോരഹപുത്രന്മാർ പറയുന്നു, ദൈവത്തിന്റെ സന്നിധി എത്ര മനോഹരമെന്ന്. But Sons of Korah is describing it as a beautiful place. അവിടെ ഉയരത്തിൽ നിന്ന് തീഗോളങ്ങൾ ഇറങ്ങി വന്ന് ആ യാഗവസ്തുവിനെ ദഹിപ്പിക്കുന്നത് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. We can see that the fire of the Lord comes down to burn the sacrifice that the humans are offering. പക്ഷെ ഒരിക്കലും ആ യാഗവസ്തു ദഹിക്കുന്നതല്ലാതെ അതിന്റെ മേളിലുള്ള വിരികളൊന്നും നശിച്ച് പോകുന്നതായിട്ട് കാണുന്നില്ല. We can see that the cloth that's on top of it will never be destroyed even if the sacrifice is burned. അവിടെ ഇറങ്ങി വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനം അവിടെ കണ്ടതുകൊണ്ട് മാത്രമാണ് കോരഹപുത്രന്മാർ
ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. Because they witnessed this miracle, that's why they're saying, how lovely is your tabernacle, O Lord of എൻ്റെ ഉള്ള hosts. യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ച് പോകുന്നു. My soul longs, yes, even faints for the courts of the Lord. നമ്മുടെ മോഹമൊക്കെയും യഹോവയുടെ സന്നിധിയിൽ തന്നെ ആയിരിക്കട്ടെ. Our desires should be towards God. ഈ പുതിയ വർഷത്തിൽ പുതിയൊരു തീരുമാനത്തോടെ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ മോഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കട്ടെ. We should align our desires with God in this new year. അതാണ് അവിടെ പറയുന്നത്, എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു എന്ന്. My heart is rejoicing in the presence of God. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയവും നമ്മുടെ മാംസവും ഈ ജീവനുള്ള ദൈവത്തെ ഘോഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. Even our hearts and our flesh should be rejoicing in the presence of God. യഹോവയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ സന്നിധിയിൽ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. Blessed is the man whose strength is in you, whose heart is set on pilgrimage. ഈ പുതിയ വർഷത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മയും അനുഗ്രഹങ്ങളും പ്രത്യാശയും സ്വർഗത്തിലെ ദൈവം നൽകി നിങ്ങളെ എല്ലാവരെയും മാനിക്കട്ടെ, ആദരിക്കട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കർത്താവ് സമൃദ്ധിയായി സമയം അനുവദിച്ചു തന്ന ദൈവദാസനുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. കൽപ്പിച്ച നല്ല സങ്കീർത്തനായ സ്തോത്രം. നമുക്ക് സമയം മുന്നിലല്ലോ. പ്രിയ ഷാജി ബദറെ കൽപ്പിച്ച സങ്കീർത്തനെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാണ് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.